അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ നല്ല വാശിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. LDF ശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളെ, വികസന പ്രശ്നങ്ങളെ വോട്ടർമാരുമായി പങ്കുവച്ചുകൊണ്ട് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ വളരെ വേഗത്തിൽ ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും നിലമ്പൂരിൻ്റെ വികസന സാധ്യതകളെ പരിപൂർണമായി ഉപയോഗപ്പെടുത്താനും ഏറ്റവും കൂടുതൽ സഹായകരം ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ്. എല്ലാവർക്കും അറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി കുറച്ച് ദിവസമേ അദ്ദേഹത്തിന് അംഗമായിട്ട് തുടരാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുഭവ സമ്പത്ത് ഈ വികസന പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ നമ്മുടെ MLA ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിനിധി ജയിക്കുന്നത് സ്വാഭാവികമായിട്ടും നിലമ്പൂരിൻ്റെ വികസനത്തിന് കൂടുതൽ ഗുണകരമാണ്. ഇത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രാഷ്ട്രീയമായി കാര്യങ്ങളെ വിശകലനം ചെയ്യുക, വികസനത്തിനോട് അതിനെ കണ്ണിചേർക്കുക. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വ്യക്തിപരമായ മികവുള്ള കേരളത്തിൻ്റെ പൊതുസമൂഹം നമ്മുടെ നാടിൻ്റെ ബഹുജന മുന്നേറ്റത്തിലും സാമൂഹ്യ മുന്നേറ്റത്തിലും ദൈക്ഷണിക മുന്നേറ്റത്തിലും സാംസ്കാരിക മുന്നേറ്റത്തിലും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളാണ് സുരേഷ്. വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ വളരെ കൃത്യതയായി കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് പ്രതികരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ കേരളീയ സമൂഹം നമ്മുടെ സ്ഥാനാർത്ഥിയെ നല്ല സ്വീകാര്യതയോട് കാണുന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലല്ല, സാമൂഹ്യമായ വിഷയങ്ങളിലെ ഉൾക്കാഴ്ചയുള്ള നിലപാടെടുക്കുന്ന ഒരാളെന്ന നിലയിലാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ മത്സരിക്കുന്നു എന്നത് ഈ നാട് നല്ല സ്വീകാര്യതയോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും LDFൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ടുകൊണ്ടിരുന്നു. വലിയ ബഹുജന പങ്കാളിത്തമാണ്. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ബഹുജന പങ്കാളിത്തമാണ്. കാലാവസ്ഥ വലിയ തോതിൽ പ്രതികൂലമായിരുന്നു. മഴയെ തോൽപ്പിക്കാൻ കഴിയും പ്രചരണത്തിന് തെളിയിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടേതായ ഒരു രീതി അങ്ങനെയാണ്. ജനങ്ങളെ അണിനിരത്തിയാണ്. ജനങ്ങളാണ് ഞങ്ങളുടെ പ്രതിരോധത്തിൻ്റെ കരുത്ത്. ജനങ്ങളിലുള്ള വിശ്വാസമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കാതൽ. ആ നിലയിൽ ജനങ്ങൾ കാവൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പരിക്കേൽക്കാതെ നിലമ്പൂരിൽ LDFനെ പരിരക്ഷിക്കും എന്നുള്ള നിലയിൽ വളരെ വ്യക്തമായ വ്യാപകമായ ബഹുജന പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. എല്ലാ താഴെ തട്ട് വരെ അത് ഈ ദിവസങ്ങളിൽ ദൃശ്യമാവുകയുണ്ടായി. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസം, വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസം രൂപപ്പെടുത്താൻ പര്യാപ്തമായ ജനപിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വയം പരിഹാസ്യരാവുകയായിരുന്നു. UDFൻ്റെ സ്ഥിരം നമ്പറുകളുണ്ട്.
ആ നമ്പർ നിലമ്പൂരിൽ ചിലവായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചില നമ്പർ ഇറക്കുക, അതിലൂടെ വിവാദങ്ങൾ ഉണ്ടാക്കുക, വിവാദങ്ങൾക്ക് ചുറ്റും നാടകീയത രൂപപ്പെടുത്തുക, മൗലിക വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുക. ചിലപ്പോൾ നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കളുടെ കൂടി സജീവമായ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് അജണ്ട ഈ നാടകങ്ങൾക്ക് ചുറ്റും രൂപപ്പെടുത്തുക. ഇതൊരു സ്ഥിരം പരിപാടിയാണ് UDF. അതെല്ലാം നിലമ്പൂരിൽ തകർന്നടിഞ്ഞു. വല്ലാത്ത അവശ്യ നിലയിലേക്ക് പോയി നമ്മുടെ UDF നേതാക്കന്മാർ തന്നെ വന്നവർ, അത് വേണുഗോപാൽ മുതൽ പ്രിയങ്ക ഗാന്ധി വരെ. ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ്, KPCC അധ്യക്ഷൻ, UDF കൺവീനർ രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കൾ, ഇവിടെയൊക്കെ എല്ലാവരും, ഒരുപാട് പേരുകളുണ്ട്, അവരെല്ലാം ഇവിടെ വന്നിട്ടില്ല. പക്ഷെ അവരെല്ലാം വിഷയങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നിടത്ത് അവരുടെ സ്ഥിരം പ്രയോഗമുണ്ട്, അതങ്ങ് പൊളിഞ്ഞുപോയി. ഇപ്പോൾ നമ്മുടെ KC വേണുഗോപാലാണ് പെൻഷൻ വിഷയത്തെ ഇവിടെ LDF വിരുദ്ധമായി ഉപയോഗിക്കാൻ ആദ്യം ശ്രമിച്ചത്. അവസാനം വന്ന പ്രിയങ്ക ഗാന്ധി അത് ആവർത്തിക്കേണ്ട, അവർക്ക് എഴുതി കൊടുക്കുന്ന പ്രസംഗമായിരിക്കും അത്. ഈ പ്രസംഗം എഴുതി കൊടുക്കുന്ന ആളെ ശ്രദ്ധിക്കണ്ടേ? പ്രസംഗം എഴുതി കൊടുക്കുന്ന ആൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. ഇവർ തുടക്കം മുതലേ പാടിപ്പോയി. പിന്നെ പെട്ടി ഞാൻ പറയേണ്ട കാര്യമില്ല, ആ പെട്ടി വലിപ്പം പോരാ എന്നുള്ളത് ബോധ്യപ്പെട്ടല്ലോ. ഇങ്ങനെ എന്താ പറയുക, മലയാള ഭാഷയിൽ ഏത് വാക്കിനെ നമ്മൾ ഉപയോഗിക്കുക? അപഹാസ്യരാവുക എന്ന് പറഞ്ഞ് നമുക്ക് ചുരുക്കാം. സ്വയം അപഹാസ്യരായി.